പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ പിടികൂടിയെന്നാണ് ജോഷില വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, കുറച്ച് ദിവസങ്ങളായി തന്നെ ഭീതി വിതച്ച കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? ദേവർഗതയിലെ ഒരുക്കിയ കൂട്ടിലാണ് കടുവ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ 10 ദിവസത്തോളമായി കടുവയെ പിടികൂടാനുള്ള എല്ലാ ഒരുക്കങ്ങളും വനപാലകരും അതുപോലെ തന്നെ RRT സംഘവും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും അവസാനം 5 കൂടുകളാണ് കടുവയ്ക്കായി സ്ഥാപിച്ചിരുന്നത്. ദേവർഗതയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ കടുവ കെണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി 7:20 തൂപ്പറയിൽ കടുവയുടെ സാന്നിധ്യം വനപാലകർ അറിഞ്ഞിരുന്നു. അവിടെ മറ്റ് ഡോക്ടർമാരടക്കമുള്ള ആളുകളെ, വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള ആളുകളെ കൊണ്ടുവന്നിരുന്നു. അതേസമയത്ത് തന്നെയാണ് ദേവർഗതയിൽ വെച്ച് കടുവയെ പിടികൂടാനായി വനപാലകർക്ക് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ജോഷില, അല്പം മുമ്പ് വരെ ഈ പറഞ്ഞ അമരക്കുനിയിലെ തുപ്ര മേഖലയിൽ കടുവയെ നാട്ടുകാർ കണ്ടതായി പറയപ്പെടുന്നുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് ഒരു കടുവ തന്നെയാണുള്ളതെന്ന നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? അതോ ഒന്നിൽ കൂടുതൽ കടുവയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടോ? ഒരു കടുവ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇന്ന് ഏകദേശം വൈകുന്നേരം വരെ വനപാലകരടക്കം, അതായത് DFO, സൗത്ത് DFO അജിത് കുമാർ അടക്കം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് കടുവകളുടെ സാന്നിധ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സമയത്ത് മാത്രമല്ല, ഇത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന, അതുപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ് ഇത് ഓരോ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തു നിന്ന് ആടിനെ അടക്കം പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുവയുടെ സാന്നിധ്യം മാത്രമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വനപാലകർ ഇപ്പോഴും ഉള്ളത്. എന്തായാലും ദേവർഗത അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ദേവർഗതയായാലും അമരക്കുനിയായാലും ഒക്കെ തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഒരു കടുവ തന്നെയാണ് ഇപ്പോൾ നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ആ കടുവ തന്നെയാണ് ഇപ്പോൾ ദേവർഗതയിൽ കൂട്ടിലായിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോഷില, ഈ പിടികൂടുന്നതിന്റെ കടുവയുടെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണ്? കൂട്ടിലായ കടുവ പൂർണ്ണ ആരോഗ്യവാനാണോ? ഇപ്പോൾ കൂട്ടിലായതേ ഉള്ളൂ. ആരോഗ്യസ്ഥിതി അടക്കം വനപാലകർ, ഇതിന്റെ ഡോക്ടർമാർ, വെറ്റിനറി സർജൻമാരടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ കണ്ട കടുവ ആരോഗ്യത്തിൽ വളരെ ക്ഷീണിതനായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇരപിടിക്കാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് കടുവകൾ ആ ടെറിട്ടറി വിട്ട് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, മറ്റൊരു കടുവയുമായുള്ള യുദ്ധത്തിന് ശേഷമായിരിക്കും അവർക്ക് ടെറിട്ടറി വിടേണ്ടി വരുന്നത്. അതിൽ പരാജയപ്പെടുമ്പോഴാണ് ഇവ ഒരു ടെറിട്ടറിയിൽ നിന്നും യുദ്ധം ചെയ്യുന്നതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും തന്നെ വളരെ ക്ഷീണിതനായിരിക്കും, മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അജിത് രാമൻ അടക്കമുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചത്. എന്നാൽ കൂടുതൽ സൂക്ഷ്മമായി ഇതിന്റെ മുറിവൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സാധാരണയായി കടുവകൾ ഈ രീതിയിൽ മറ്റൊരു മെയ്റ്റിംഗ് സീസൺ കൂടിയാണിത്. ഈ മെയ്റ്റിംഗ് സീസണിൽ മറ്റൊരു ആൺകടുവയുമായി തന്നെയുള്ള യുദ്ധം ചെയ്യുക എന്ന് പറയാം. തമ്മിൽ ഉള്ള അടിപിടി കൂടലിനിടയിൽ പരാജയപ്പെടുന്നവരാണ് ഒരു ടെറിട്ടറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അത്തരത്തിൽ പുറത്തേക്ക് പോയ ഒരു കടുവയാകാം ഇത്. ഒരുപക്ഷെ സ്വന്തമായി ഇരപിടിക്കാനാകാത്ത ഒരു സമയത്താണ് ഇത്തരത്തിൽ കടുവകൾ പുറത്തേക്ക് പോകുന്നത്. വളരെ എളുപ്പത്തിൽ സൂക്ഷ്മ ജീവികളെ, പൂച്ച അടക്കമുള്ള, ആടടക്കമുള്ള ചെറിയ ജീവികളെ ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അത്തരത്തിൽ വലിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ സാധിക്കാത്ത സമയത്താണ് ഇവ ടെറിട്ടറി വിട്ട് പുറത്തേക്ക് മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ജീവികളെ പിടികൂടുന്നതും. അത്തരത്തിൽ ഉള്ള കടുവയാണ് ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് 5 സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദേവർഗതയിലെ കൂട്ടിലാണ് കടുവ കെണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും 10 ദിവസത്തെ തെരച്ചിലിനും പ്രയത്നത്തിനും ഒടുവിലാണ് ഈ കടുവ കൂട്ടിലായിരിക്കുന്നത്. പ്രദേശത്തുകാർക്ക് താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജോഷ്ല.
കഴിഞ്ഞ 10 ദിവസങ്ങളായി 7-ാം തീയതിയാണ് കടുവ ഭീതി വയനാട്ടിൽ ഉണ്ടാകുന്നത്. കടുവ ആടിനെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത്തരത്തിൽ വലിയൊരു ഭീതിയിലേക്ക് പോയത്. അമരക്കുനി നാരകത്തിൽ ജോസിന്റെ ആടിനെയാണ് കടുവ ആദ്യം പിടിച്ചത്. ആ സമയം മുതൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കടുവ ഭീതി നിലനിൽക്കുകയാണ്. 5 ആടുകളെയാണ് ഇതിനകം കടുവ കൊന്നത്. കൂടുതൽ ക്യാമറ സ്ഥാപിച്ച് കടുവയുടെ കുരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതുവരെ വനപാലകർ ഉണ്ടായിരുന്നത്. ബത്തേരി മാനന്തവാടി റേഞ്ചിലെ RRT ടീമും വനപാലകരും ആണ് ദൗത്യം ഏറ്റെടുത്തത്. സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ ഉൾപ്പെടെ ഉന്നത വനപാലകരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം. എന്തായാലും ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്പസമയത്തിന് മുൻപ് ദേവർഗദ്ദയിലെ കൂട്ടിൽ കടുവ കെണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൈമാറാനുള്ള വിവരം. തീർച്ചയായും ഇനിയിപ്പോഴുള്ള തുടർ നടപടികൾ ഈ കടുവയെ എങ്ങോട്ട് മാറ്റണം, ഇതിന്റെ പുനരധിവാസം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയായിരിക്കും വനം വകുപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക.